ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള ഒരു കവചമായിട്ടാണ് കണക്കാക്കുന്നത്. ആരോഗ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. എന്നാൽ അപ്രതീക്ഷിതമായ അസുഖങ്ങളും അപകടങ്ങളും ഈ സമ്പത്തിനെ തകർക്കാൻ കഴിയും. മെഡിക്കൽ ചെലവുകൾ ഇന്ന് വളരെ ഉയർന്നതാണ്. അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയായി മാറാതിരിക്കാൻ ആരോഗ്യ ഇൻഷുറൻസ് ഒരു പ്രധാന സംരക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ഒരുതരം ഇൻഷുറൻസ് പോളിസിയാണ്. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും മെഡിക്കൽ ചെലവുകൾക്ക് പരിരക്ഷ നൽകുന്നു. നിങ്ങൾക്ക് ഒരു അസുഖമോ അപകടമോ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി നിങ്ങളുടെ ചികിത്സാ ചെലവുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ ധനസഹായം നൽകും. അതുകൊണ്ട് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. എന്നാൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനവുമായ ഘടകം ആവശ്യമായ കവറേജ് തുക തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കവറേജ് തുക നിർണ്ണയിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രായം, ആരോഗ്യനില, ജീവിതശൈലി, താമസിക്കുന്ന പ്രദേശം എന്നിവ പരിഗണിച്ച് നിങ്ങൾക്ക് ആവശ്യമായ കവറേജ് തുക തിരഞ്ഞെടുക്കണം. അടുത്തതായി നോക്കേണ്ടത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണ്. അതായത് നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ നിങ്ങളുടെ സമീപത്ത് ഉണ്ടോ എന്നും ഏതൊക്കെയാണ് എന്നും പരിശോധിക്കുക. ഇത്തരം നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കും. അടുത്തായിട്ട് പറയാനുള്ളത് പോളിസികൾ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള പോളിസികളിൽ നിന്നും താരതമ്യം ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച പോളിസി തിരഞ്ഞെടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കവറേജ് പരിശോധിക്കുക. ഒരു പോളിസി എന്തെല്ലാം ചികിത്സാ ചെലവുകൾ കവർ ചെയ്യുന്നുവെന്നും എന്തെല്ലാം കവർ ചെയ്യുന്നില്ലെന്നും പരിശോധിക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ നിലവിലുള്ള രോഗങ്ങൾ, മെഡിക്കൽ ചെക്കപ്പുകൾ, ആംബുലൻസ് ചെലവുകൾ തുടങ്ങിയവ പോളിസി കവർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അടുത്തതായി നോക്കേണ്ടത് പോളിസിയുടെ വെയിറ്റിംഗ് പീരിയഡാണ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് പോളിസി എടുത്തതിന് ശേഷം ചില നിർദ്ദിഷ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കേണ്ട കാലയളവിനെയാണ്. അതായത് നിലവിലുള്ള രോഗങ്ങൾക്കുള്ള കവറേജ് ലഭിക്കാൻ കൂടുതൽ സമയം വെയിറ്റിംഗ് പീരീഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് എക്സ്ക്ലൂഷനുകൾ. അതായത് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ കവർ ചെയ്യില്ല. പോളിസിയിൽ എന്തൊക്കെ എക്സ്ക്ലൂഷനുകൾ ഉൾപ്പെടുന്നുവെന്ന് പരിശോധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ക്ലെയിം പ്രോസസ്സാണ്. നിങ്ങൾ എടുക്കുന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സ് എത്രത്തോളം എളുപ്പമാണെന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റെക്കോർഡുകൾ നിങ്ങൾ പരിശോധിക്കുക. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ നിലവിലുള്ള ക്ലെയിം സെറ്റിൽമെൻറ്റ് റെക്കോർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അടുത്തായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് പോളിസിയുടെ വ്യവസ്ഥകളാണ്. പോളിസി വ്യവസ്ഥകൾ ശ്രദ്ധാപൂർവം വായിക്കുക. പോളിസിയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്തുക. അടുത്തത് നിങ്ങളുടെ പോളിസി പതിവായി പുതുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ പോളിസി കൃത്യമായി പുതുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കവറേജ് നഷ്ടപ്പെടും. പോളിസി പുതുക്കിയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇൻഷുറൻസ് കവറേജ് നിലനിൽക്കുകയുള്ളൂ. ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലതും അനുയോജ്യവുമായ പോളിസി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനായി നിങ്ങൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ഏജൻറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.